عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലെ 102-ാമത്തെ സൂറത്താണ് സൂറത്തുൽ തകാസുർ. ഹിജ്റക്ക് മുമ്പ് മക്കയിൽ അവതരിപ്പിച്ച ഈ സൂറത്തിൽ 8 ആയത്തുകളാണ് ഉൾപ്പെടുന്നത്. ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് മക്കയിലെ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളായ ബനു അബ്ദു മനാഫും ബനു സഹ്മും അവർ പരസ്പരം അവരുടെ സമ്പത്തിൻ്റെയും അവരുടെ തറവാട് മഹിമയെയും പറഞ്ഞ് പരസ്പരം തഫാഖുർ പറയാറുണ്ടായിരുന്നു, അഹങ്കരിക്കാറുണ്ടായിരുന്നു. അവരിലേക്ക് ഇറങ്ങിയതാണ്. അതല്ലാതെ യഹൂദികൾ ഇങ്ങനെ 2 കബീലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. ഇതിൽ അല്ലാഹു തആല പറയുന്നു, അൽഹാക്കുമുത് തകാസുർ, അൽഹാക്കും ഐ ശഗലക്കും അൻ ത്വാഅത്തില്ലാഹി. അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്നതിനെ തൊട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ നിങ്ങൾ ദുന്യവിയായ മാല്, ഔലാദ് അതുപോലത്തെ മറ്റു കാര്യങ്ങളുമായി നിങ്ങൾ ശുഗലായിരിക്കുന്നു. അൽഹ എന്ന പദത്തിൻ്റെ അർത്ഥം ലുഗത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അൽഹ എന്ന് പറയുന്നത് അൽ ഇൻസിറാഫു ഇലാ മാ യദ്ഉ ഇലൈഹിൽ ഹവ. ഒരു മനുഷ്യൻ്റെ ഹവ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് അവൻ തിരിഞ്ഞു കളയുക, അവൻ അതിലേക്ക് തിരിയുക എന്നതാണ്. ആഖിറത്തെ മറന്ന് ദുന്യാവിന് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തോടുമാണ് ഈ ആയത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഈ തകാസുർ പറയൽ, ഈ തഫാഖുർ പറയൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ. ഇവിടെ സാറ എന്ന പദമാണ് ഉപയോഗിച്ചത്. സാറ എന്ന പദത്തിൻ്റെ പ്രത്യേകത അത് ഒരു സ്ഥലത്ത് പോയി അല്പസമയം അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിച്ചു പോരുന്നതിനാണ്. ഇവിടെ മുത്തുമെന്നോ വസൽത്തുമെന്നോ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ ബഅസുണ്ട് എന്നതിലേക്ക് ഒരു ഇശാറത്തുണ്ട്. കല്ല സൗഫ തഅലമൂൻ, കല്ല എന്നാൽ തഫാഖുർ അത് പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. സൗഫ തഅലമൂൻ, അത് നിങ്ങൾ പതിയെ അറിഞ്ഞോളും, ഖബറിൽ വെച്ച് അറിഞ്ഞോളും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെ നിങ്ങൾ അത് ആഖിറത്തിൽ മഹ്ശറയിൽ വെച്ച് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. അത് ആ തഅ്കീദിനു വേണ്ടി ആവർത്തിക്കപ്പെട്ടതാണ് എന്നും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അല്ലാഹു തആലയിൽ നിന്നുള്ള യഖീനായ ഇൽമ് നിങ്ങൾ അറിഞ്ഞാൽ ലമാ തഫാഖർതും ബിൽ അംവാലി വതകാസർതും ഫീഹി, സമ്പത്തിൻ്റെ പെരുപ്പം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുമായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ജവാബ് അടുത്ത ആയത്തിൽ ലതറവുന്നൽ ജഹീം എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞതനുസരിച്ച് ലതറവുന്നൽ ജഹീം എന്നുള്ളത് ഒരു കളയപ്പെട്ട ഖസമിൻ്റെ ജവാബായിട്ടാണ്. ലതറവുന്നൽ ജഹീം, ജഹീമായ നരകത്തെ തീർച്ചയായും അള്ളാഹു തന്നെയാണ് സത്യം, ജഹീമായ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. വീണ്ടും ആവർത്തിക്കുന്നു, തഅ്കീദായിട്ട് ആവർത്തിക്കുന്നു, സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങൾ നേരെ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ ആ ജഹീമായ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ അതിനുശേഷം ലതുസ്അലുന്ന യൗമഇദിൻ, ആ മഹ്ശറയിൽ വെച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് ദുനിയാവിൽ നൽകിയ സകല നിഅമത്തുകളെക്കുറിച്ചും ചോദിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളിലേക്കുള്ള സൂചനയുണ്ട്. ഒന്ന്, ദുനിയാവിൽ സമ്പത്തുമായി ശുഗലായി മറ്റു കാര്യങ്ങൾ ആഖിറത്തിലേക്കുള്ളതായ അല്ലാഹു തആലക്ക് വഴിപ്പെടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ അനുസരിക്കുക എന്ന അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയുന്നവർക്കുള്ള താക്കീതുമുണ്ട്. അതുപോലെ തന്നെ നരകത്തിൽ ശിക്ഷയുണ്ട് എന്നതിന്, ഖബറിൽ അദാബുണ്ട് എന്നതിനെ ഇസ്ബാത്ത് ചെയ്യലുമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആലാൻ്റെ അടുക്കൽ
ജസാ ഉണ്ട്, ബഅസ് ഉണ്ട് എന്നതിനെ തഖ്രീർ ചെയ്യലുമുണ്ട്. അതുപോലെ തന്നെ ഖബറിലും മരണത്തിന് ശേഷം ദുന്യാവിൻ്റെ ശേഷം ആഖിറത്തിൽ സുആലുണ്ടാകും എന്നതിലേക്കുമുള്ള ഇഷാറത്തുണ്ട്. അല്ലാഹു തആല ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ അർത്ഥതലങ്ങളെ അറിഞ്ഞ് അല്ലാഹു തആലാക്ക് യഥാർത്ഥ രൂപത്തിൽ വഴിപ്പെട്ട് അവൻക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം മുഅ്മിനീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. വാക്കുകൾക്ക് വിടാ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.